നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെ ഒരു ഹോം മോഡ് ഗ്രാസ് കട്ടർ, അതായത് 12 വോൾട്ട് DC ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഹോം മോഡ് ഗ്രാസ് കട്ടർ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതിന് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊരു മോട്ടറും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, അതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലേഡ് വലിയ ഹെവി ആയിട്ടുള്ള പുല്ലുകളല്ല, നമ്മൾ മുറ്റത്ത് പാകിയിട്ടുള്ള ചെറിയ തരത്തിലുള്ള പുല്ലുകളൊക്കെ നമുക്ക് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലെവലാക്കാൻ പറ്റും. കണ്ടോ, ഇതിലൊരു ബെൽ പുഷ് കൊടുത്തിട്ടുണ്ട്. ഈ ബെൽ പുഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാം. ബാറ്ററി ഇതിൻ്റെ അകത്താണ് ബാറ്ററി ഉള്ളത്. ഈ ബാറ്ററി റിമൂവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ DC ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഇത് ഊരിയിട്ട് നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്തിട്ട് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം 1 മണിക്കൂർ നേരം നിങ്ങൾക്കിത് കണ്ടിന്യൂ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കപ്പ് കിട്ടും. 12 വോൾട്ട് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണിച്ചു തരാം. ഈ ബെൽപുഷ് അമർത്തുന്നത് കണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് എങ്ങനെ നിർമ്മിച്ചെടുക്കാം, വളരെ നിസ്സാര പൈസക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു DC 12 വോൾട്ട് മോട്ടറാണ് കേട്ടോ. അതായത് ഷാഫ്റ്റൊക്കെ ഏകദേശം ഇത്ര എണ്ണുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വരുന്ന ഷാഫ്റ്റ് വരുന്ന 12 വോൾട്ടിൻ്റെ ഒരു DC മോട്ടറാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ മോട്ടറാണ്, നല്ല പവർഫുൾ മോട്ടറാണ്. ഈ ഒരു മോട്ടർ വേണം. പിന്നെ ഈ മോട്ടർ നമുക്ക് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ ആണിത്, 2 സ്ക്രൂ. അത് നിങ്ങൾക്ക് ഈ മോട്ടർ വാങ്ങുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ മോട്ടർ 12 വോൾട്ട് DC സപ്ലൈ ആണ്. അതിന് 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4300 mAh 3.7 വോൾട്ടിൻ്റെ 3 ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പവർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും നമുക്കൊരു 12 വോൾട്ട് സപ്ലൈ ആണ് കിട്ടേണ്ടത്. 12 വോൾട്ട് DC സപ്ലൈ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു മോട്ടർ, ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഈ രീതിയിലാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു രീതിയിൽ സാധാ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഒക്കെ കട്ടറിൻ്റെ ബ്ലേഡ് ഇടുന്ന ആ ഒരു രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് ഈ കാണുന്നത്. ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ വിലയുള്ളൂ, ഒരു 200 രൂപയുടെ താഴെയുള്ളൂ. ഇതിൽ നമുക്ക് ഈ ഒരു ബ്ലേഡ്, അതേപോലെ ആംഗിൾ ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്ന ഏത് ബ്ലേഡും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. വേറെ ആവശ്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സ്പാനറുകളും കണ്ടോ, ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സ്പാനറുകളും അത് ഈ ഇതിൻ്റെ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലങ്കി നമുക്ക് കിട്ടും. കണ്ടോ, ഈ എല്ലങ്കി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഷാഫ്റ്റിൽ 2 സൈഡിലും ഇതിൻ്റെ എല്ലങ്കി ഉണ്ട്. ഈ ഭാഗത്തും ഈ ഭാഗത്തുണ്ട്. ഇത് രണ്ടും ഒരേപോലെ ടൈറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഷാഫ്റ്റ് കണക്റ്റ് ആവുള്ളൂ. അപ്പം അതും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള DC പിന്നും അതേപോലെ തന്നെ DC സോക്കറ്റുമാണ്. DC വയറിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ ഒരു പിന്നാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ വയറില്ലാത്ത പിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചാർജിങ് സോക്കറ്റാണ്. കണ്ടോ, DC സോക്കറ്റാണ്. ഇതും ഇലക്ട്രോണിക്സ് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സാധാ നോർമലായിട്ട് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബെൽ സ്വിച്ചാണ്, ബെൽ പുഷ്. അതായത് ഞെട്ടും വോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബെൽ പുഷ്. ഓക്കെ, ഇത് പഴയ സ്വിച്ച്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പഴയ മോഡൽ സ്വിച്ചാണ്. അതൊരു ബെൽ പുഷ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇതിന് ബ്ലേഡ്, അതായത് ഈ കട്ടറിൽ നമുക്ക് ബ്ലേഡ് ഫിറ്റ് ചെയ്യണം. പുല്ല് വെട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡ്. കണ്ടോ, ഈ ബ്ലേഡ് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലേഡിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിൻ്റെ ബ്ലേഡ് വാങ്ങിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ബ്ലേഡ് നമുക്ക് ചെറിയ തകര ഷീറ്റുമൊക്കെ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ ലെയ്ത്തിലോ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതേപോലെ ബ്ലേഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ മൂർച്ചാക്കിയിട്ട് ഈ ഒരു ആംഗിൾ ഗ്രൈൻഡറിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ, ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വരച്ചിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ അല്ലാതെ ഇങ്ങനെ നോക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഫെയിലായി പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്, അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബ്ലേഡ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ ഇത്ര സാധനമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. നമുക്ക് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന PVC പൈപ്പുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു 1.5 മീറ്റർ ഇതാ ഈ വലിപ്പത്തിലുള്ള 1.5 ഇഞ്ച് വലിപ്പത്തിലില്ല. 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 50 mm ആണോ, 50 mm ആണ് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഈ ഒരു PVC പൈപ്പിൻ്റെ ഒരു 1.5 മീറ്ററോളം നമുക്ക് ആവശ്യമുണ്ടാവും. അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് നമുക്ക് ആവശ്യം. ആദ്യം ഞാനൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു 4 ഇഞ്ച് കനത്തിലുള്ളൊരു പീസ്. അതിനൊരു 2 എൻഡ് ഗ്യാപ്പ് നമുക്ക് വേണം. 2 എൻഡ് ഗ്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സോക്കറ്റ്,
ഇത് രണ്ട് പൈപ്പുകൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, 2 പൈപ്പുകൾ നമുക്ക് അനായാസം ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് സോക്കറ്റ് എന്നാണ് പറയുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 45 ആണ്. അത് ഇങ്ങനെ വെച്ചിട്ട് മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്. കണ്ടോ, ഈ ഒരു രീതിയിൽ മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 45 ആണിത്. 45 ഡിഗ്രി ആണ് ഇതിൻ്റെ വളവ് വരുന്നത്. അപ്പോൾ ഇതും 50 mm നമ്മൾ ഈ ഫിറ്റിങ്സുകളൊക്കെ എടുക്കണം. 1.5 മീറ്റർ പൈപ്പ് എടുത്തു, അത് കഴിഞ്ഞ് 2 എൻഡ് ഗ്യാപ്പ് എടുത്തു, പിന്നെ ആ 1.5 മീറ്റർ തന്നെ ഈ 4 ഇഞ്ച് കട്ട് ചെയ്തെടുത്തു. അതേപോലെ ചെറിയ പീസ്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യാർത്ഥം ഇത് ഉണ്ടാക്കുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ 2 പൈപ്പ്, അതായത് നമ്മൾ ചാർജിങ് ചെയ്യുന്ന ബാറ്ററി ഒക്കെ വെക്കുന്നത് ഒരു ഭാഗത്തും, അത് ബാറ്ററി ഊരിയെടുത്തിട്ട് നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് വീട്ടിൽ അകത്ത് കുത്തി വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊരു 4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചോ ഒരു പീസും അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഒരു PVC പൈപ്പ് കട്ട് ചെയ്തെടുത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഗ്രാസ് കട്ടർ നിർമ്മിക്കാൻ നോക്കാം. ഉണ്ടല്ലോ, ഈ എൻഡ് ഗ്യാപ്പിലാണ് നമ്മൾ ഈ മോട്ടർ ഫിറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ഈ മോട്ടർ എൻഡ് ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യണം. ആദ്യത്തെ പണി അതാണ്. നമ്മൾ ഇതിൽ ഹോൾ ചെയ്തിട്ട് ഇതാണ് ഈ കാണുന്ന വട്ടം കറക്റ്റ് ഇവിടെ നമ്മൾ ഹോളാക്കി എടുക്കണം. എന്നിട്ട് അത് മോട്ടറിലേക്ക് ഇട്ടിട്ട് ഈ ഹോൾസിന് കറക്റ്റാക്കിയിട്ട് നമ്മളിവിടെ ഹോള് ചെയ്തിട്ട് ഈ സ്ക്രൂ ഇതിൽ ഘടിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ ചെറിയ പീസ് ഇതാണോ, ഇങ്ങനെ വെക്കും. ഇത് മോട്ടർ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോട്ടറിൽ ഇൻസുലേഷൻ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ഒരു ചട്ടക്കടലാസ് എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു 45 നമ്മൾ ഇതിൽ വെക്കും. അങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഈ ഒരു ഹെഡിൻ്റെ പരിപാടി തീരും. ഓക്കെ, എൻഡ് ഗ്യാപ്പിൽ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇത് കയറി പോകാൻ ഭാഗത്തിന് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രൂ ഇട്ട് കണ്ട് ഇത് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ വെച്ചുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു 45 ആണ് വെക്കേണ്ടത്. ഈ 45 വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ 2 വയർ സോൾഡർ ചെയ്തെടുക്കണം. ഒരു മീറ്റർ നീളത്തിൽ നമുക്ക് വയർ സോൾഡർ ചെയ്തെടുക്കണം. കാരണം നമ്മളെ സ്വിച്ചും അതേപോലെ തന്നെ ചാർജിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് 1 മീറ്റർ ദൂരം നമുക്ക് അത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ 1 മീറ്റർ ദൂരത്തിലേക്ക് എത്തുന്ന DC വയർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോൾഡർ ചെയ്തതിന് ആദ്യം നമ്മൾ സ്ക്രൂ ചെയ്ത് ഇതിൽ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 നല്ല ക്വാളിറ്റിയിലെ വയർ എടുത്തിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും മാറാതെ നോക്കണം. അതായത് ഇത് ഏത് പൊസിഷനിലാണ് കറങ്ങണമെന്ന് നോക്കണം നിങ്ങൾ. ഇത് CW ഉണ്ട്, ക്ലോക്ക് വൈസും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അഴിഞ്ഞു പോകാതിരിക്കണം. ഇത് ഏത് രീതിയിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇത് നോക്കിയിട്ട് പ്ലസും മൈനസും. ഞാനിപ്പോൾ ഇത് പ്ലസും മൈനസും ഇതിലുള്ള അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ ഇത് മുറുക് ടൈറ്റ് ആകുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ഇത് ഓപ്പോസിറ്റാണ് കറങ്ങുന്നത് വെച്ചെങ്കിൽ നിങ്ങളിത് ഓണാക്കുന്ന സമയത്ത് ഇത് അഴിഞ്ഞ് തെറിച്ച് പോകും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഇത് ഈ മോട്ടർ കറക്റ്റായിട്ട് ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഈ മാർക്കിംഗ് ഉണ്ട്. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് കറങ്ങേ ചെയ്യുള്ളൂ, അല്ലാതെ കത്തിപ്പോവുകയൊന്നും ചെയ്യില്ല. അങ്ങനത്തെ മോട്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പൈപ്പ് കൊടുത്തു, ഇത് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തു. നല്ല ക്വാളിറ്റിയിലെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ വയർ നമ്മൾ വേറെ അത്യാവശ്യം നീളമുണ്ട്. ഇത് നമ്മൾക്ക് പാകത്തിന് ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു 45 ഉണ്ട്. 45ൻ്റെ അകത്തുകൂടെ അത് ഓക്കെ. പശ ഇടേണ്ട ആവശ്യമില്ല. പശ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും. പശ ഇടാതെ തന്നെ ഇത് നല്ല ടൈറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്. ഇനി നമുക്ക് ഇതിൽ പൈപ്പ് ഇടാം. ഓക്കെ, പൈപ്പ് എത്ര നീളം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് എത്ര നീളമുള്ള പൈപ്പാണ്. ഏകദേശം 1 മീറ്ററോളം നീളത്തിൽ നിങ്ങൾക്കൊരു പൈപ്പ് പീസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാവും. അതിനുള്ള വയർ. അപ്പോൾ ഞാനിത് അതിനുള്ള ഒരു പൈപ്പ്
50 mm പൈപ്പ്, ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൈപ്പിന് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. ഞാനിവിടെ പൈപ്പ് എടുത്തിട്ടുള്ളത് കറക്റ്റ് 1 മീറ്ററാണ് കേട്ടോ നമുക്ക് എടുക്കാനുള്ളത്. ഞാൻ 1 മീറ്ററാണ് പൈപ്പ് എടുക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു സോക്കറ്റ് വരും. അപ്പോൾ സോക്കറ്റിൻ്റെ ഇത്ര കയറിപ്പോകും സോക്കറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം ആണ് നമ്മൾ ഈ സ്വിച്ച് വെക്കേണ്ടത് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സോക്കറ്റ് കംപ്ലീറ്റ് ഇതിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു ഏകദേശം ഈ ഭാഗമാണ് അകത്ത് പോകുക. അപ്പം ഏകദേശം ഒരു ഇത്ര നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് സാധാരണ ഒരു മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തത്. കറക്റ്റാണ് സ്വിച്ച്. നിങ്ങൾക്ക് എങ്ങനെയാണത് വെക്കാം കണ്ടീഷന് ആ രീതിയിൽ വെക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് വെക്കുന്നത്. സ്ക്രൂ ഇടാതെ തന്നെ നല്ല ടൈറ്റ് കേട്ടോ. ഉണ്ടോ ഉണ്ടോ അപ്പോൾ നല്ല ടൈറ്റായി. ഇനി ഇവിടെ നമ്മൾ 2 സ്റ്റാർ സ്ക്രൂ ആണ് ഇടാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ 2 സ്റ്റാർ സ്ക്രൂ ആണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വയറിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. വയറിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു വയർ ഇതിൽ കണക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് DC സോക്കറ്റ് ഇതിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒരു ഇതിൽ കൊടുക്കുകയാണ്. ഒരു വയർ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഇതിലേക്ക് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ പ്രസ്സായി. നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ എൻഡ് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വയർ നമ്മൾ കണ്ടോ, ഈ കണക്ടറിൽ നിന്ന് വരുന്ന വയറും ഈ മോട്ടറിൽ നിന്ന് വരുന്ന ഈ വയറും രണ്ടും നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കണം. രണ്ടും കൂടി ചേർത്ത് നമ്മൾ ടൈറ്റാക്കി ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ചെയ്യണം. ഓക്കെ, സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ വയറിൽ കയറി പോകാതെ നോക്കണം. ഇതിൽ DC നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മൾ കറക്റ്റ് ഇവിടെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതിന് ശേഷം ഈ സോക്കറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ
ഇതിൽ DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെൽ പുഷ് അമർത്തി കഴിയുമ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഇതൊരു 4 ഇഞ്ച് കനത്തിൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. സെയിം PVC പൈപ്പ് തന്നെ ഒരു 4 ഇഞ്ച് വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബാറ്ററി ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻ സെറ്റാക്കി എടുക്കാം. നമ്മൾ 3 ബാറ്ററി സോൾഡർ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇവിടെ സോൾഡറിങ് ലെഡാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 ബാറ്ററി കൊടുക്കുന്നത് ഫുള്ള് സീരീസ് കണക്ഷനിലാണ്. ഓക്കെ, ഇതിൻ്റെ പ്ലസ് ഇതിൻ്റെ മൈനസിലേക്ക് വരുന്ന രീതിയിൽ, അതായത് ഒരു പ്ലസ് മൈനസ്, അത് കഴിഞ്ഞ് ഈ പ്ലസ് ഈ മൈനസൊക്കെ ഇതിങ്ങനെ ഈ രീതിയിലാക്കിയിട്ട് നമ്മളിതൊന്ന് ടാപ്പ് ഒട്ടിച്ച് സെറ്റാക്കാൻ പോകണം. വേണ്ട, നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കണക്ഷൻ നമ്മൾ കൊടുക്കണം. ആദ്യം ഇതിൻ്റെ ഇത് അടിച്ചു. ഓക്കെ, ഇതാണ് പ്ലസ്. ഓക്കെ, ഈ പ്ലസ് നമുക്ക് ഈ മൈനസിലേക്ക് കൊടുക്കാം. ഓക്കെ, പ്ലസ് പോയി മൈനസിൽ വന്നു. ഇനി ഈ ബാറ്ററിയുടെ പ്ലസ് ഇത് ഈ മൈനസ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് മൈനസ്, ഇത് പ്ലസ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സപ്ലൈ ഇത് പ്ലസ്, ഇത് മൈനസ്. ഇത് കാണിച്ചാൽ ഇതുണ്ടോ, 11.86 വോൾട്ട് കാണിക്കുന്നത്. ഓക്കെ, 11.89 വോൾട്ട്. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ വേണ്ടോ ഒരു DC സോക്കറ്റിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ മറ്റേ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇത് വാങ്ങാൻ കിട്ടും. നേരത്തെ കാണിച്ചാണ് DC പിന്ന് വാങ്ങാൻ കിട്ടും. ഈ പിന്നിൻ്റെ അകത്ത് കണ്ടോ 2 വയറും കൂടി ഇതേപോലെ നിങ്ങൾ ഇത്ര നിങ്ങളല്ല ഒരു ചാണോളം നിങ്ങളല്ല 2 വയറും കൂടി ഇതിൻ്റെ ഒപ്പം കൂടെ കൂട്ടുക. ഒപ്പിച്ച് വെച്ചതിന് ശേഷം 2 ചുവന്ന വയർ രണ്ടും ഇങ്ങനെ പിരിച്ച് കണക്ട് ചെയ്യുക. കറുപ്പ് വയർ ഇങ്ങനെ പിരിച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതാണ് പ്ലസ് ഉണ്ടോ. ഓക്കെ, ഇത് ബാറ്ററിയുടെ പ്ലസ് ഭാഗമാണ്. പ്ലസ് ഭാഗത്ത് ഇത് സോൾഡർ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ മൈനസ് ഭാഗം, ഫൈനലി മൈനസ് വരുന്ന ഭാഗമാണ് ഇത്. ഈ ഭാഗത്ത് നമ്മൾ ഈ കറുത്ത ഭാഗം സോൾഡർ ചെയ്തെടുക്കുക. ഇനി ഇതാണ് നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന ഭാഗം പിൻ ചെയ്യേണ്ടത്. ആ പിന്ന് കണക്ട് ചെയ്യുന്നുണ്ടത് ഈ ഭാഗം. അതേപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ചാർജ് ചെയ്യാൻ ഈ സോക്കറ്റിലേക്ക് ഈ ഭാഗം കണക്ട് ചെയ്യുക. ഓക്കെ, ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ഇത് നോക്കി നമുക്ക് മനസ്സിലാവും. ഈ സോക്കറ്റിൻ്റെ ഈ സെൻറ്റർ പോയിൻ്റ് ആക്കണം. ഇതാണ് പോസിറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവ്. ഈ തൊട്ട് കാണുന്നത് ഇത് നെഗറ്റീവ്. ഓക്കെ, അതായത് സെൻറ്ററിലെ പോയിൻ്റ് പ്ലസ്സും അതിൻ്റെ തൊട്ടടുത്തുള്ളത് അത് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സെൻറ്ററിലെ പോയിന്റിൽ വരുന്നതാണ് ഇത്. കണ്ടോ, ഇത് സെൻറ്റർ പോയിന്റിൽ വരുന്നതാണ് ഇത് പോസിറ്റീവ്. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് മൈനസ്. ഈ പ്ലസ് മൈനസും ഇത് നമുക്ക് വേണ്ട. ഈ മൂന്നാമത്തെ പിന്നെ നമുക്ക് വേണ്ട. ഓക്കെ, നമ്മുടെ കാർഡ്ബോർഡ് വെച്ചതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററി കൂടി ഇതിൽ പാരലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആംബിയർ കൂട്ടാൻ പറ്റും. അതായത് ബാക്കപ്പ് കൂടുതൽ കിട്ടണം നമുക്ക്. ഇതിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, സോൾഡർ ചെയ്തിട്ട് നമുക്കതിൽ ഓക്കെ. ഇപ്പോൾ ഇതിൽ 12 വോൾട്ട് സപ്ലൈ കിട്ടുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ ഉണ്ടാക്കിയ സോക്കറ്റ്. ഇനി കറക്റ്റ് ഇത്
ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ചാർജിങ് പിൻ ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യിച്ചാൽ നമുക്ക് ഇതിൽ നമുക്കത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുക. ഡിവൈസ് ഓക്കെ. ഇപ്പോൾ വർക്കിംഗ് കറക്റ്റാണ്. ചാർജ് 12 വോൾട്ട് ചാർജ്. അത് കഴിഞ്ഞ് സ്വിച്ച് നിങ്ങൾക്ക് ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഊരിയെടുത്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ബാറ്ററി ഡിവൈസ് ഊരിയിട്ട് ഈ ബാറ്ററി മാത്രം നിങ്ങൾക്ക് റീചാർജ് ചെയ്തെടുക്കാം. ഓക്കെ. ഈ ഡിവൈസ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ ബ്ലേഡ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ബ്ലേഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിൽമൻ്റെ പഴയ ഒരു മിൽമൻ്റെ ഡപ്പയുടെ ഒരു മൂടി ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ ടിന്നോ അതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അല്ലെങ്കിൽ തകരം കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിലാണ് നമ്മൾ ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലോ, ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയതിന് ശേഷം നമ്മൾ ബ്ലേഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഹോള് പിന്നെ ഇത് കംപ്ലീറ്റ് വലിയൊരു ഹോളാക്കിയിട്ട് അത് ഇതിൻ്റെ കറക്റ്റാണ് ഈ ഹോള്. ഓക്കെ. ഇങ്ങനെ 3 ഹോളാക്കി എടുക്കാം. ഇതാണ് ഇവിടെ വരുന്ന സാധനം. ഇനി 8 ഇവിടെ വരും. ഓക്കെ. ഇവിടെയും ഓരോ ഹോളാക്കി എടുത്തിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 3 ഹോൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കണം. അതിന് മുമ്പ് ഞാൻ ബ്ലേഡ് വെക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങനെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും. ഓക്കെ. ഇവിടെ ഈ ഒരു ബ്ലേഡിൻ്റെ കനത്തിൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ.
ഇപ്പോൾ നമ്മുടെ ബ്ലേഡിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബ്ലേഡ് ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് എല്ലെങ്കിൽ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ കറക്റ്റ് ഇങ്ങനെയാണ് ഇത് കറങ്ങുന്നത് ഈ പൊസിഷനിൽ. അപ്പോൾ ഈ ഭാഗത്താണ് മോർച്ച, അതേപോലെ തന്നെ ഈ ഭാഗത്ത് മോർച്ച, ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും അതിൻ്റെ ബാലൻസ് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരേപോലെ രണ്ട് സൈഡിലും ടൈറ്റ് ചെയ്തിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ. ഇനിയിപ്പോൾ സ്വിച്ച് ഇപ്പോൾ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്, ബാറ്ററി ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ് സ്വിച്ച്, ബാറ്ററി ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് ഇത് ഇവിടുന്ന് മോട്ടറിൻ്റെ എയർ പുറത്തേക്ക് തള്ളുന്ന ഒരു ഹോളുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു ഹോളും അതേപോലെ തന്നെ ഈ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 ഹോളുകൾ വെച്ച് കൊടുക്കണം. ഈ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൽ എയർ ഉണ്ടാവുകയും ചെയ്യും. ഈ എയർ പുറന്തള്ളാൻ ഇതിന് ഒരു മാർഗ്ഗമില്ല, കാരണം ഇവിടെയൊക്കെ ക്ലോസ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്, ഇവിടെ മൊത്തം ക്ലോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ചൂട് അതിൻ്റെ അകത്ത് നിൽക്കും. അതേപോലെ തന്നെ ഈ കാറ്റ് പുറത്ത് പോകാത്തത് കൊണ്ട് തന്നെ ഇത് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 2 ഹോൾ ഇട്ട് കൊടുക്കണം. ഈ 2 ഭാഗത്തായിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് കൊടുക്കാം. സ്വിച്ച് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. സ്മൂത്ത് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ബ്ലേഡ് പൊട്ടിപ്പോകാനൊന്നും ഒരു സാധ്യതയില്ല. ഇത് കംപ്ലീറ്റ് ടൈറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബ്ലേഡ് ഇതിൻ്റെ അകത്തുകൂടെ ഈ ഗ്യാപ്പിലൂടെ വരുന്നതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ഊരിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബ്ലേഡ് പൊട്ടാൻ സാധ്യതയുണ്ട്. ബ്ലേഡ് കല്ലിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ നമ്മൾ ഇവിടെ പൊട്ടിയിട്ട് നമ്മളെ ദേഹത്ത് അടിക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഈ വരുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു ഭാഗം നമ്മൾ എന്തുകൊണ്ടെങ്കിലും ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യണം. ഇവിടെ നമുക്കൊരു സേഫ് ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യണം ഇവിടെ ഈ ഭാഗത്ത്. അത് എന്തുകൊണ്ടെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊരു തകരത്തിൻ്റെ കഷ്ണം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വെറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറങ്ങുന്ന സമയത്ത് ഈ ഹോളിലൂടെ കാറ്റ് പുറത്തേക്ക് വരും. കണ്ടോ, ഈ ഭാഗത്തും ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ 2 സൈഡിലും നമുക്ക് ഹോൾ നിർബന്ധമാണ്. ഇത് ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ മോട്ടറിന് അധികം കാലം ലീഡ് നിൽക്കില്ല. അതേപോലെ തന്നെ സ്പീഡ് കുറവായിരിക്കും, എയർ ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു ഹോൾ ഇട്ടത്. ഇത് ആദ്യം ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ അത് വർക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ പോരായ്മ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഷാഫ്റ്റ് കറങ്ങുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റും. ഷാഫ്റ്റ് കറങ്ങുന്നത് കറക്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫാനുണ്ട്, ആ ലീഫ് ഇതിൽ കറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ബ്ലേഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ബ്ലേഡ് ഫിറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ബെൽ സ്വിച്ച് ഉണ്ടോ, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അതേപോലെ ബാക്കിൽ ചാർജ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കണ്ടോ, ഇതിങ്ങനെ ഊരിയെടുത്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് റിമൂവ് ചെയ്താൽ മതി. പിന്നെ അങ്ങ് റിമൂവ് ചെയ്താൽ ഇത് ഫ്രീ ആയി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ ചാർജർ 12 വോൾട്ട് 1000 മില്ലി ആംപിയർ, അതായത് 1 ആംപിയറിൻ്റെ ഒരു ചാർജറാണിത്. ഇതിൻ്റെ പിന്ന് ഇതാ ഈ ടൈപ്പാണ് പിന്നെ വരുന്നത്. കണ്ടോ, ഈ ടൈപ്പ് പിന്നാണ് ഇതിൽ നമുക്ക് കറക്റ്റ് കണ്ടോ, ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റാണ് ഇത്. കണ്ടോ, പിന്നെ നമുക്ക് ഇതിൽ ഓക്കെ. പിന്നെ ഇപ്പോൾ ചാർജറിൽ ലൈറ്റ് കത്തുന്നതാണ്, ഫുൾ ചാർജ് പോലെ ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുത്തി ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റെഡ് ലൈറ്റാണ് കത്തുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളിത് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിൽ പച്ച ലൈറ്റ് കത്തും. ഓക്കെ, ചാർജ് ഫുള്ളായി. ഇപ്പോൾ ഇതിൽ ചാർജ് കയറുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി കാണാം. ഇതാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് അകത്ത് കൊണ്ടുവന്നാൽ മതി. ആ ബ്ലേഡും മറ്റേ ആ ദണ്ടൊക്കെ ആ പൈപ്പും ബ്ലേഡും ഒക്കെ പാടെ നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചതിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ബാറ്ററി ചാർജ് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്തിട്ട് ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. ഇതിൽ ഈ
ഫീമെയിലിലേക്ക് നമ്മൾ ഈ മെയിൽ കണക്ടർ കയറ്റിയിട്ടുണ്ട്. 12 വോൾട്ട് കണക്ടർ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സപ്ലൈ ഇതിൻ്റെ അകത്തെത്തി. ഇനി നമുക്ക് പതുക്കെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇനി ബെൽ പുഷ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും. കാണാം ഉണ്ടോ, ബെല്ല് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബെൽ പുഷ് ഓൺ ചെയ്ത സമയത്ത് ഇത് വർക്ക് ചെയ്യും. അതായത് അതുകൊണ്ട് സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓഫാവും, ഓൺ ചെയ്താൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വർക്ക് നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത്, അതായത് ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു സേഫ്റ്റി ഗാർഡ് ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് പൊട്ടി കഴിഞ്ഞാൽ നിങ്ങളെ ദേഹത്തേക്ക് വരും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വർക്ക് കംപ്ലീറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോൾ ഇതാണ്, വേണ്ട ഈ ചെറിയ ഹോൾ. ഇനി നമ്മൾ ഈ ഒരു പുല്ല് കട്ട് ചെയ്തിട്ട് നോക്കാം. പതുക്കെ പോകുന്നുണ്ട്.